DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വായ്പാ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഒരു വായ്പ എടുക്കുവാൻ ബാങ്കിൽ സമീപിക്കുമ്പോൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് സ്വർണം ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ ഈടായി നൽകേണ്ടി വരിക എന്നത്. എന്നാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വായ്പയ്ക്ക് ഈടായി ഒന്നും തന്നെ നൽകേണ്ടതില്ല. മാത്രമല്ല, ആദ്യമെടുക്കുന്ന തുക കൃത്യമായി തിരിച്ചടച്ചാൽ അതിൻ്റെ ഇരട്ടി തുക വീണ്ടും വായ്പ എടുക്കാം. അതും കൃത്യമായി തിരിച്ചടച്ചാൽ മൂന്നാമതും അതിനേക്കാൾ കൂടിയ തുക വായ്പയായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആദ്യത്തെ വായ്പ കഴിഞ്ഞാൽ പിന്നീടുള്ള വായ്പ എടുക്കുവാൻ നിങ്ങൾ പോകേണ്ട ആവശ്യം പോലുമില്ല. അതിനായി ഒരു ക്രെഡിറ്റ് കാർഡും ഈ വായ്പയോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ചെറുതായി എന്തെങ്കിലും കച്ചവടമോ വ്യാപാരമോ ചെയ്യുന്നവർക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM സ്വനിധി. കോവിഡ് പ്രതിസന്ധിയിൽ തകർന്ന വഴിയോര കച്ചവടങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ തുടക്കത്തിലെ ലക്ഷ്യം. ഇപ്പോഴത് ചെറിയ വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവർക്ക് പലവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു. ഈ പദ്ധതി വഴി 3 ഘട്ടങ്ങളിലായാണ് വായ്പ ലഭിക്കുന്നത്. ആദ്യഘട്ടം 10,000 രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും. ആദ്യ വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ 20,000 രൂപ വരെ ഈടില്ലാതെ വീണ്ടും വായ്പ ലഭിക്കും. മൂന്നാം ഘട്ടത്തിൽ രണ്ടാം വായ്പയും കൃത്യമായി തിരിച്ചടച്ചാൽ 50,000 രൂപ വരെ വായ്പ ലഭിക്കും. ഈ വായ്പ ലഭിക്കുന്നതിനായി സ്വർണമോ മറ്റു വസ്തുവകകളോ ഈടായി നൽകേണ്ടതില്ല എന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. പലിശ ഇളവുമുണ്ട്. വായ്പ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് 7% പലിശ ഇളവ് ലഭിക്കും. ഈ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനം വഴി എത്തും. ഇനി നിങ്ങൾ നേരത്തെ വായ്പ തിരിച്ചടച്ചാൽ പ്രീപെയ്മെൻറ്റ് പിഴ ഈടാക്കുകയില്ല. ഗൂഗിൾ, പേടിഎം തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നവർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കും. വർഷത്തിൽ പരമാവധി 1,200 രൂപ വരെയാണ് ഇങ്ങനെ ലഭിക്കുക. നഗരങ്ങളിലും നഗരത്തോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിലും കച്ചവടവും വ്യാപാരവും നടത്തുന്നവർക്ക് ഈ ലോണിനായി അപേക്ഷിക്കാം. ഉദാഹരണത്തിന് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നവർ, തട്ടുകടകളൊക്കെ പോലെ വഴിയോര ഭക്ഷണശാലകൾ നടത്തുന്നവർ, ബാർബർ ഷോപ്പ് നടത്തുന്നവർ, വസ്ത്രം അലക്കിത്തേച്ച് നൽകുന്നവർ, ചെരുപ്പ് കടക്കാർ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവർ തുടങ്ങിയവർക്കൊക്കെ ഈ വായ്പ ലഭിക്കും. ഇതിലേക്ക് ആവശ്യമായ പ്രധാന രേഖ ആധാർ കാർഡ്, അത് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തതായിരിക്കണം. വോട്ടർ ID കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, നഗരസഭയിൽ നിന്നുള്ള വഴിയോര കച്ചവടം നടത്തുന്ന തിരിച്ചറിയൽ കാർഡ്, അതായത് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതായത് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ GST രജിസ്ട്രേഷൻ പരിധിയിൽ വരാത്ത തെരുവോര കച്ചവടക്കാർക്കും ചെറുകിട സംരംഭകർക്കും അനുഗ്രഹമാണ്. പദ്ധതി പ്രകാരം ലഭിക്കുന്നത് റുപ്പേ കാർഡുകളായതിനാൽ ദൈനംദിന ചരക്കെടുപ്പിനും പണമിടപാടുകൾക്കും UPI വഴി QR കോഡ് സ്കാൻ ചെയ്ത് പണമടക്കാം. കൂടാതെ ചെറുകിട കച്ചവടക്കാർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കുന്നതിനും കാർഡ് സഹായകമാണ്. മറ്റ് ക്രെഡിറ്റ് കാർഡുകൾ പോലെ തന്നെ മുൻകൂട്ടി അനുവദിച്ച തുകയ്ക്ക് തുല്യമായ പണം ഇടപാടുകൾക്ക് ഉപയോഗിക്കാനും ഓരോ മാസവും തിരിച്ചടയ്ക്കാനും സാധിക്കുന്ന കാർഡാണ് സ്വനിധി ക്രെഡിറ്റ് കാർഡ്. പണം ആവശ്യമായി വരുമ്പോൾ ഓരോ തവണയും ചെറുവായ്പകൾക്കായി ബാങ്കുകളെ ആശ്രയിക്കേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ ഗുണം. ഇടപാടുകൾക്ക് പലിശയില്ലാതെ പണം ലഭ്യമാകുമെന്നതും പ്രത്യേകതയാണ്. 51 ദിവസം വരെ പലിശരഹിതമായി പർച്ചേസുകൾ നടത്താം. റിവാർഡ് പോയിന്റുകൾ ക്യാഷ് ബാക്കായി മാറ്റിയെടുക്കുവാനും സാധിക്കും. ഓരോ മാസവും 1-ാം തീയതി ബിൽ വരികയും 21-ന് മുൻപ് പണം തിരിച്ചടയ്ക്കുകയും വേണം. തിരിച്ചടയ്ക്കാനുള്ള തുക EMI-കളാക്കി മാറ്റാനും സാധിക്കും. ബില്ലടയ്ക്കാൻ താമസിച്ചാൽ പലിശ നൽകേണ്ടി വരും. ATM-കളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാനും ആകില്ല. ഇനി ആർക്കൊക്കെ ഇത് ലഭ്യമാകുമെന്ന് നോക്കാം. ഈ കാർഡ് ലഭിക്കാൻ സ്വനിധി പദ്ധതി പ്രകാരം അംഗീകരിക്കപ്പെട്ട ഒരു തെരുവ് കച്ചവടക്കാരനായിരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ അംഗീകാരം നൽകുന്നത്. സ്വനിധി വായ്പ എടുത്ത് 2 തവണ കൃത്യമായി തിരിച്ചടവ് നടത്തിയ ആളായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. 21 വയസ്സിന് മുകളിലുള്ളവർക്കും 65 വയസ്സിൽ താഴെയുള്ളവർക്കും ക്രെഡിറ്റ് സ്കോർ പരിഗണിക്കാതെ കാർഡിന് യോഗ്യതയുണ്ട്. ഇവർക്ക് ബാങ്ക് വഴിയോ ഓൺലൈനായോ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം. കച്ചവടക്കാരൻ്റെ തിരിച്ചടവ് ശേഷി പരിശോധിച്ച ശേഷം 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാകും കാർഡിൻ്റെ ലിമിറ്റ്. കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ ഇളവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരനാണെന്ന് തെളിയിക്കാൻ തദ്ദേശ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് ഇതിനായി അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന രേഖകൾ. അതത് തദ്ദേശ സ്ഥാപനം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യരായവർക്ക് അപേക്ഷിച്ച് 60 ദിവസത്തിനകം ബാങ്കുകൾ മുഖേന കാർഡ് ലഭിക്കും. 5 വർഷമാണ് കാർഡിൻ്റെ കാലാവധി. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.